നമസ്കാരം. വളരെ പാലക്കാട് തെരഞ്ഞെടുപ്പ് അതിൻ്റെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ള വീറും വാശിയോടും കൂടിയുള്ള ഒരു പ്രചരണമായിരുന്നു. നമുക്കറിയാം, മറ്റ് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും കേരളത്തിൻ്റെ ഒരു ഫോക്കസ്, എല്ലാ രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു ഫോക്കസ് പാലക്കാട് തന്നെയായിരുന്നു. തുടക്കം മുതൽ പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ഇന്നിപ്പോൾ ആ ഒരു അംഗത്തിനാണ് ഇന്നിപ്പോൾ ഒരു വിരാമമായിരിക്കുന്നത്. ഇനി റിസൾട്ട് അറിയാൻ വീണ്ടും 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച്, അതായത് 6 മണി വരെയുള്ള കണക്കനുസരിച്ച്, 6 മണി വരെയാണ് പോളിംഗ് സമയമുള്ളത്. പക്ഷേ 6 മണിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 66.3% മണ്ഡലത്തിലെ പോളിംഗ്, അതായത് പാലക്കാടത്തെ ഒരു പോളിംഗ് ശതമാനമായി പറയുന്നത്. ഒരു പക്ഷേ 70 വരെ അത് പോയേക്കാം. ഈ 70 എന്ന് പറയുമ്പോൾ ഇത് ആർക്ക് അനുകൂലമാകുന്ന ഒരു പോളിംഗ് ശതമാനമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്? അല്ല, ഈ പോളിംഗ് ശതമാനം വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വിലയിരുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമാണ് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയതയുണ്ടോ എന്നറിയില്ല. പക്ഷെ പലപ്പോഴും ആ രീതിയിൽ പോളിംഗ് ശതമാനത്തിൽ വരുന്ന വലിപ്പ കുറവുകൾ പരിഗണിച്ചുകൊണ്ട് ഇന്ന പാർട്ടി ജയിക്കും എന്ന് ഓരോ മണ്ഡലത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് പലരും പ്രവചിച്ച് കാണാറുണ്ട്. അത് പലപ്പോഴും ശരിയാകാറുമുണ്ട്. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അത്രത്തോളം വിശ്വാസയോഗ്യമല്ല. കാരണം രാവിലെ കനത്ത പോളിംഗ് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും അത് അത്ര കനത്തതായിരുന്നില്ല കണക്കുകൾ വെച്ച് നോക്കിയാൽ. ഇപ്പോഴും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് എന്ന രീതിയിൽ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സിൽ ചങ്കിടിപ്പ് എന്നൊക്കെയുള്ള ഈ മാധ്യമ പ്രചരണം, അതൊരു പരിധിവരെ ഈ കോൺഗ്രസ് അനുകൂല നിലപാടെടുക്കുന്ന മാധ്യമങ്ങളുടേതാണ്. കാരണം ഈ ഒരു മണിക്കൂറിൽ ഒരു 6.3 to 6.5% വെച്ച് പോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായും പോളിംഗ് ശതമാനം 70%. ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ 40% കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. വൈകുന്നേരത്തോടു കൂടി സ്ത്രീജനങ്ങളുടെയൊക്കെ വോട്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോൾ ചെയ്യുക. ഒരു വർക്കിംഗ് ക്ലാസിന്റെ വോട്ട് ആയിരിക്കും രാവിലെ പോൾ ചെയ്യുക. വൈകുന്നേരത്തിന് ഇപ്പോൾ ഒരു 4 മണിക്ക് ശേഷവും വർക്കിംഗ് ക്ലാസിന്റെ വോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ അടക്കമുള്ള വോട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നിലവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 68 മുതൽ 70% വരെ പോളിംഗ് ശതമാനം 70 കടക്കാനാണ് സാധ്യത അന്തിമ കണക്ക് വരുമ്പോൾ. ഇനി അതിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ തന്നെയും 68 മുതൽ 70% വോട്ട് അവിടെ പോൾ ചെയ്യപ്പെടും. അത് വലിയ കുറവാണ് എന്ന് പറയാനാവില്ല. കാരണം ഇത് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഏതാണ്ട് 80% പോളിംഗ് പോകുമെന്ന് ഇന്നലത്തെ ചില മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ മാധ്യമ റിപ്പോർട്ടുകളാണ് ഈ പോളിംഗ് ശതമാനം കുറയുമെന്ന രീതിയിലേക്ക് വരുന്നത്. അല്ല, അത് മാധ്യമ റിപ്പോർട്ടുകളാണോ മാധ്യമ ഹൈപ്പാണോ? അത് ഹൈപ്പാണ്, ഒരു തരത്തിലുള്ള ഒരു ഹൈപ്പാണ്. അതായത് 80% പോളിംഗ് പോകും, കാരണം കനത്ത പ്രചരണമാണ് ഇവിടെ നടന്നത്, കടുത്ത മത്സരമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് ഓർക്കണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കളഞ്ഞിട്ട് പോയ ഈ 3 മണ്ഡലങ്ങളും കളഞ്ഞിട്ട് പോയ മണ്ഡലങ്ങളാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കളഞ്ഞിട്ട് പോയ മണ്ഡലങ്ങളിൽ 10% കണ്ട് ഇടിഞ്ഞു. ചേലക്കരയിൽ രാധാകൃഷ്ണൻ കളഞ്ഞിട്ട് പോയ മണ്ഡലത്തിൽ അതേപോലെ 3% ഇടിവുണ്ടായി. പാലക്കാട് ഷാഫി പറമ്പിൽ കളഞ്ഞിട്ട് പോയ മണ്ഡലമാണ്. അവിടെ ഒരു 2-3% ഇടിവ് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഈ കളഞ്ഞിട്ട് പോവുക എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു തമാശ രൂപേണ പറഞ്ഞെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ശരിക്കും ഇത് തന്നെയാണ്. കാര്യം ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വേളയിൽ റിപ്പോർട്ടിങ്ങിനായി പോയപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഇതേ വാക്ക് തന്നെയാണ്. ഞങ്ങളെ കളഞ്ഞിട്ട് പോയ ഞങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് ഇനി എന്തിന് ഞങ്ങൾ വോട്ട് ചെയ്യണം? അതിൽ 2-3 സത്യസന്ധമായി പറഞ്ഞവരുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനാണ് വോട്ട് കൊടുത്തത്, ഇപ്രാവശ്യം എന്തായാലും കോൺഗ്രസിന് ഞങ്ങൾ വോട്ട് കൊടുക്കില്ല എന്നുള്ള കടുത്ത തീരുമാനമാണ് സാധാരണക്കാരായ വഴിവെക്കിലുള്ള അവിടെ കച്ചവടം നടത്തുന്നവരുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മളൊരു ഇളനീര് കുടിക്കാൻ ഒരു കടയിൽ ചെന്നപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് പാലക്കാടിന്റെ ഒരു പൊതുവികാരം. ഇത് തന്നെയായിരിക്കണം ചേലക്കരയിലും വയനാട്ടിലും ആളുകളുടെ ഒരു വികാരം. അത് തന്നെയാണ് ട്രെൻഡ്. കാരണം യഥാർത്ഥത്തിലുള്ള ട്രെൻഡ് പലപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1, 2, 3 മണ്ഡലങ്ങളിലാണ്. ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ബാക്കി സംസ്ഥാന തലത്തിലുള്ള മുഴുവൻ നേതാക്കളും അനുയായികളും ഈ വോളണ്ടിയേഴ്സ് ആയിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നവർ ഇവരെല്ലാം തന്നെ ആ മണ്ഡലം കേന്ദ്രീകരിക്കും. അപ്പോൾ
അവിടെ ഉണ്ടാകുന്ന പാർട്ടി പരിപാടികളിൽ, അവിടെ ഉണ്ടാകുന്ന കൊട്ടിക്കലാശങ്ങളിൽ, അവിടെ ഉണ്ടാകുന്ന കുടുംബയോഗങ്ങളിൽ, കൺവെൻഷനുകളിൽ എല്ലാം വലിയ ജനത്തിരക്കും വലിയ ആരവങ്ങളും ഒക്കെ അനുഭവപ്പെടും. അതൊന്നും ഒരു മണ്ഡലത്തിന്റെ ആരവമായി കണക്കാക്കാനേ കഴിയില്ല. കാരണം അതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ഇന്ന് വോട്ടിങ്ങിന് വരിക. ബാക്കി ഉള്ളവരെല്ലാം കൊട്ടിക്കലാശത്തോടു കൂടി മണ്ഡലം വിട്ടു കഴിഞ്ഞു. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളായി കടന്നു വരുന്നവർ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അവിടേക്ക് വരുന്നു, അവിടുത്തെ ആൾക്കാരുടെ മനസ്സിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കൊടുക്കുന്നു, ഒടുവിൽ അവരുടെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരെ കളഞ്ഞിട്ട് പോകുന്നു. അതാണ് ഇപ്പോൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാഴ്ച. ഇത് ഇങ്ങനെ ഒരു തനിയാവർത്തനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളിനെ മതി, തദ്ദേശീയരായ ഒരാൾ മതി. ഈ ഒരു കൃത്യമായ ഒരു ഇത് വെച്ചിട്ടാണ് BJP ഇപ്പോൾ മുന്നേറുന്നത്. ഈ അവസാന നിമിഷത്തിൽ പോലും അവരുടെ ഒരു ആത്മവിശ്വാസവും അത് തന്നെയാണ്. കാര്യം കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട്ടേക്ക് കെട്ടിയിറക്കിയതല്ല. കൃഷ്ണകുമാർ പാലക്കാട്ടുള്ള ആളാണ്, പാലക്കാടിന്റെ മണ്ണിൽ പിറന്ന ആളാണ്, അല്ലെങ്കിൽ പാലക്കാട്ട് സജീവ സാന്നിധ്യം ഉറപ്പിച്ച ആളാണ്. ആളുകൾക്ക് ഒരു പുതിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പുള്ളിയുടെ പ്രവർത്തനം എന്തായിരിക്കുമെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നഗരസഭ കേന്ദ്രീകരിച്ചുള്ള പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടുത്തെ ആളുകൾക്ക് ചിരപരിചിതമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ കൃത്യമായി, ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കേരളത്തിൽ തീരുമാനിക്കുന്നതല്ലല്ലോ, ഡൽഹിയിൽ നിന്ന് വരുന്ന അന്തിമ തീരുമാനമാണല്ലോ. അപ്പോൾ ഡൽഹിയിൽ പോലും അത്തരത്തിൽ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ അവിടെ ഉറപ്പിക്കുന്നതെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ വിജയ പ്രതീക്ഷയും. ഈ കൃഷ്ണകുമാർ എന്തിന് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം ഉയർത്തിയിരുന്നു. കാര്യം മെട്രോമാൻ മത്സരിച്ച ഇടമാണ്, അവിടെ കൃഷ്ണകുമാറിന് നേടാനാകുമോ എന്നുള്ള ചോദ്യമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിലും അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിന്റെ പേര് ഉയർന്നു വന്ന വേളയിലും അവസാനം ആ പേര് ഉറപ്പിച്ച വേളയിലും ഒക്കെ ഇത് പലവരും ഈ ചോദ്യം ആവർത്തിച്ച് വന്നു. പക്ഷെ അപ്പോഴൊക്കെ കൃത്യമായ മറുപടി ഇതിന്റെ കോർ ടീമിൽ നിന്ന് വന്നത് കൃഷ്ണകുമാറിനെ പാലക്കാട് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ കാരണമായി അവർ കണ്ടതും ഇത് തന്നെയാണ്. ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി മനസ്സിലാക്കിയിട്ടാവണം BJP അങ്ങനെ ഒരു സാഹസത്തിനല്ല, ഒരു പരീക്ഷണത്തിനൊന്നും പറയാൻ പറ്റില്ല. കൃത്യമാണ്, കൃത്യമായിട്ടുള്ള ഒരു നീക്കുപോക്ക് അവിടെ ഉണ്ടായതെന്ന് വേണം നമുക്ക് കരുതാൻ. അതെ, അത് BJPയുടെ ഒരു സ്ട്രാറ്റജി നോക്കിയാൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ പേരുകൾ അവിടെ ഉയർന്നു കേട്ടത് ഈ സാഹചര്യത്തിലാണ്. സംസ്ഥാന അധ്യക്ഷന്റെ പേര് വരെ ഉയർന്നു കേട്ടു. അല്ല, അതൊക്കെ ഉയർന്നു കേട്ടത് ഈ സാഹചര്യത്തിലാണ്. അതായത് ഷാഫി പറമ്പിലിന്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരത്തെ അവർ പറഞ്ഞു വച്ചിരുന്നതാണ്. അത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരാൾ അവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ ഒരു ഏറ്റവും ഒടുവിലായി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ കോൺഗ്രസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ BJPക്ക് ഒരു ക്രൗഡ് പുള്ളർ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ശോഭാ സുരേന്ദ്രന്റെയും സംസ്ഥാന അധ്യക്ഷന്റെയും ഒക്കെ പേരുകൾ BJP പരിഗണിച്ചത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ C കൃഷ്ണകുമാർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് BJP ഉറപ്പിച്ച കാര്യമാണ്. ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പിന്നീട് BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം എളുപ്പമായി തീരുകയുമാണ് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഈ പൊളിറ്റിക്കൽ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിൽ എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ ഒരു ജനവികാരം ഉണ്ടാകും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുത്തെ സിറ്റിംഗ് MLAയുടെയോ MP-യുടെയോ മരണത്തിന് ശേഷമാണെങ്കിൽ വല്ലാത്തൊരു ജനവികാരം ആ സ്ഥാനാർത്ഥിക്കും ആ പാർട്ടിക്കും അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നേരെ മറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ല ഈ കളഞ്ഞിട്ട് പോകുന്ന പരിപാടിയാണെങ്കിൽ ആ പാർട്ടികളെ ശിക്ഷിച്ചിട്ടുമുണ്ട് പല ഘട്ടങ്ങളിലും. അത്തരം ശിക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്രമാത്രം സപ്പോർട്ടീവായിട്ടുള്ള മണ്ഡലങ്ങളാണ് എങ്കിൽ കുറഞ്ഞ പക്ഷം ഭൂരിപക്ഷത്തിൽ ഇടുവെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരുന്നതും ഒരു ജനങ്ങളുടെ പ്രതിഷേധമാണ്. കാരണം BJPയോടൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന, LDFനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരല്ലാതെ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ചായാമെന്ന് ഉറച്ചിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്, നിഷ്പക്ഷവാദികളുണ്ട്. അവരുടെ വോട്ട് ഒരിക്കലും ഈ പറയുന്ന കളഞ്ഞിട്ട് പോകുന്ന സ്ഥാനാർത്ഥികൾക്ക് വരാൻ വഴിയില്ല. അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നത്. അവർ നിരാശരായി ഇരിക്കുന്നുണ്ടാവാം. അത് വയനാട്ടിൽ സംഭവിച്ചത് അത് തന്നെയാണ്. കാരണം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവിടെ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം കുറച്ചുകൊണ്ട് ജനങ്ങൾ പ്രതികരിച്ചു. ചേലക്കരയിലും അത് തന്നെയാണ്. കാരണം ഒരു ഇടതുപക്ഷ അധീശത്വം അവിടെ ഉണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പാലക്കാടിലും ആയിരിക്കും 2-3% വോട്ടിങ്ങിന്റെ കുറവ് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് LDFന്റെ വോട്ട് പോൾ ചെയ്യപ്പെടാതിരിക്കുന്നതാണ്.
എന്നുള്ളതാണ്. കാരണം LDFന്റെ വോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഷാഫി പറമ്പിലിന് പോയിട്ടുണ്ട് എന്ന് തെളിഞ്ഞ കാര്യമാണ്. അവർ തന്നെ സമ്മതിച്ച കാര്യമാണ്. സംസ്ഥാന സെക്രട്ടറി തന്നെ അത് സമ്മതിച്ച കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി തന്നെ അത് സമ്മതിച്ച കാര്യമാണ്. എന്നാൽ ആ വോട്ടുകൾ ഇന്ന് UDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്ന് പാർട്ടിയും വിശ്വസിക്കുന്നുണ്ട്. അത് പാർട്ടിക്ക് സ്ഥാനാർത്ഥിക്ക് വന്നില്ലെങ്കിൽ അത് പോൾ ചെയ്യപ്പെടാതെ വീട്ടിലിരിക്കും. അതായിരിക്കാം ഒരുപക്ഷെ പാലക്കാട് സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിലും പാലക്കാട് കോൺഗ്രസ് വിജയിച്ചത് ക്രോസ് വോട്ടിംഗിന്റെ പച്ച കൊണ്ടാണ് എങ്കിൽ, BJP ആരോപിക്കുന്നത് പോലെ ക്രോസ് വോട്ടിങ്ങിന്റെ പച്ച കൊണ്ടാണ് എങ്കിൽ, ഇത്തവണ പോളിംഗ് ശതമാനം കുറയുന്നത് ക്രോസ് വോട്ടിങ്ങിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കുന്നത് കൊണ്ടാണ് എങ്കിൽ, തീർച്ചയായും അവിടെ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാറ്റ് വീശുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചങ്കിടിപ്പ് ഏറുന്നുമുണ്ട്. ആ ചങ്കിടിപ്പാണ് ഈ മാധ്യമങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും കുമാർ, ഇതിന്റെ സമാന്തരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ്, നമ്മൾ വീണ്ടും പാലക്കാടിന്റെ കാര്യമാണ് പറയുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഒരു വീറും വാശിയും കൂട്ടിയത് ആദ്യം മുതൽ ഇവിടെ ഉയർന്ന ചില വിവാദങ്ങൾ കൂടിയുണ്ട്. ഇതിന്റെ സമാന്തരമായി തന്നെ പോയ കുറെ വിവാദങ്ങൾ, അതെല്ലാ പാർട്ടിക്കാർക്കും ബാധകമായിരുന്നു. ഒരാളും അതിൽ നിന്ന് മുക്തമായിരുന്നില്ല, അല്ലേ? ഇപ്പോ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതേ സമയത്താണ് ADMന്റെ മരണം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളൊക്കെ ഈ സരിൻ അങ്ങോട്ട് പോയത് ഒരു വിവാദമായിരുന്നു. കോൺഗ്രസിനും ഈ സരിൻ ഫാക്ടർ തന്നെയായിരുന്നു അവരുടെ ആദ്യത്തെ വിവാദം. അതിനെ തുടർന്ന് ഈ ട്രോളി ബാഗ്, അതായത് പണമടങ്ങിയ കള്ളപ്പണത്തിന്റെ കാര്യം വരുന്നു. ഏറ്റവും ഒടുവിൽ ഈ എന്താ പറയാൻ, കൊട്ടിക്കലാശം കഴിഞ്ഞിട്ട് ഇന്നലെ പത്രപരസ്യം, അതുവരെ എത്തി നിൽക്കുന്ന വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ BJPക്കെതിരെ കൊണ്ടുവന്ന ചില കൂരമ്പുകൾ, അതായത് കൊടകര കുഴൽപ്പണക്കേസ്, സന്ദീപ് വാര്യർ കേസ്, ഇതൊക്കെ നനഞ്ഞ പടക്കമായി പോയി. ഈ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് പോയാൽ എന്തോ BJP അതോടുകൂടി തകർന്നു, മോദി തലതല്ലി കരയുന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ വിചാരിച്ചത്, അല്ലേ? സുരേന്ദ്രനും മോദിയും ഒക്കെ സന്ദീപിനെ എന്ത് വന്നാലും തിരിച്ചു വിളിച്ച് കയറ്റി അരിയിട്ട് വാഴിക്കുന്നത്. അതെ 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 അതെ. പക്ഷേ സന്ദീപ് ഒന്നുമേ അല്ല, പാർട്ടിക്ക് ഒരു ഒന്നും അല്ലായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്, അല്ലേ? അദ്ദേഹം ഒന്നും അല്ലാന്ന് ആദ്യം പറഞ്ഞത് നമ്മളാണെന്ന് തോന്നുന്നു. അതെ അതെ, നമുക്ക് കുറെ തെറിവിളിയും കേട്ടു. അതെ സത്യമാണ്. ഒരാഴ്ച മുമ്പ് നമ്മളെടുത്ത ഒരു ചർച്ചയ്ക്ക് അന്ന് പലരും പറഞ്ഞ കാര്യം ഇതാണ്. കാര്യം, നിങ്ങൾ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്നവരാണ്, നിങ്ങൾ സുരേന്ദ്രന് വേണ്ടി വാദിക്കുന്നു. നമ്മൾ സുരേന്ദ്രന് വേണ്ടിയോ സന്ദീപിന് വേണ്ടിയോ നിൽക്കുന്നവരല്ല, നമ്മളെന്നും സത്യത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ റിയാലിറ്റി ഒരു പരിധിവരെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. നമ്മൾ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്ന കാര്യം മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാറുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിരുന്നു. കാര്യം, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ പോയത് കൊണ്ട് BJPക്കോ RSSനോ അതൊരു നഷ്ടമേ അല്ല. നമ്മളൊരു ചർച്ചയുടെ ഒരു ആംഗിൾ അതായിരുന്നു. അത് തന്നെ സംഭവിച്ചു, അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ BJPക്ക് നേരെ കൊണ്ടുവന്ന ആയുധങ്ങളൊന്നും അവിടെ വിലപ്പോയില്ല. പക്ഷേ എന്നാൽ മറ്റ് രണ്ട് മുന്നണികൾക്കും കൃത്യമായി അവരെ പ്രതിരോധത്തിലാക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടായതാനും. അപ്പോൾ ഇത് ഇലക്ഷനിൽ വലിയൊരു ഫാക്ടറായി മാറിയിട്ടുണ്ടോ? അല്ല, ഏറ്റവും ഒടുവിലായി ഉണ്ടായ സംഭവം തന്നെ അതിന് ഉദാഹരണമാണ്. സന്ദീപ് വാര്യറിന്റെ വില 0 നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സന്ദീപ് വാര്യർ വളരെയധികം വിലയുള്ള ഒരു മനുഷ്യനായി അവസാന നാളുകളിൽ മാറി. കാരണം അദ്ദേഹം ഇവിടേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ വലിയ രീതിയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതോടുകൂടി കോൺഗ്രസ് അവിടെ ഒരുമിച്ച് കൂട്ടിവെച്ചിരുന്ന 30,000-ഓളം വരുന്ന മുസ്ലിം വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാകുമെന്ന ഭീഷണി വന്നു. അതിനെ തുടർന്നാണ് ഇദ്ദേഹം പാണക്കാട് പോകുന്നതും. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ ജെഫ്രി തങ്ങളുടെ വീട്ടിൽ പോയി കണ്ടിരിക്കുന്നു. ഇതിനെല്ലാം LDF കൃത്യമായി വളരെ കൃത്യമായ ഒരു ഗോളടിക്കുകയും ചെയ്തു. കാരണം ആ പത്രപരസ്യത്തിലൂടെ സന്ദീപ് വാര്യർ അതും ഏരിയ തിരിച്ച്, അതായത് മുസ്ലിം മാനേജ്മെന്റുകൾ കൈയാളുന്ന പത്രങ്ങളിലേക്ക്. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഫാസിൽ ചിത്രം ഹരികൃഷ്ണൻസ് ആണ്. കാര്യം, ആ സിനിമയ്ക്ക് 2 ക്ലൈമാക്സ് ആയിരുന്നു. മോഹൻലാൽ ഫാൻസ് ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരത്ത് ഒരു ക്ലൈമാക്സ്, കോഴിക്കോട് മമ്മൂട്ടിയുടെ ഫാൻസ് ഉള്ള കോഴിക്കോട് മലപ്പുറം ഏരിയകളിൽ മറ്റൊരു ക്ലൈമാക്സ്. അപ്പൊ ഏതാണ്ട് അതിനെ ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്നലെ CPM ഈ ഒരു പരസ്യത്തിന്റെ കാര്യത്തിൽ അവലംബിച്ചത്. അത് വളരെ നന്നായി. എനിക്കതിനോട് CPM-ൽ അല്ല, ഈ LDF ക്യാമ്പിൽ ഈ ബുദ്ധി തോന്നിയ ആളെ കണ്ടിരുന്നുവെങ്കിൽ ഞാനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമായിരുന്നു. കാരണം ഇദ്ദേഹം, ഈ ഷാഫി പറമ്പിൽ, പൊതുവിൽ ഈ പരസ്യമായി വലിയ മതനിരപേക്ഷതയുടെ വെള്ളരിപ്രാവായി അഭിനയിക്കുമ്പോഴും അദ്ദേഹം
വടകരയിൽ മത്സരിച്ചപ്പോഴും കഴിഞ്ഞ തവണ പാലക്കാട് മത്സരിച്ചപ്പോഴും ഒക്കെ കാണിച്ചിട്ടുള്ള വർഗീയ ധ്രുവീകരണം അത് വീണ്ടും അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുകയും പലതരത്തിലുള്ള മുസ്ലിം വോട്ടുകൾ ഒരുമിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് LDF ഇത്തരത്തിലൊരു തിരിച്ചടി കൊടുക്കുന്നത്. അത് ആ തിരിച്ചടി കുറുക്കിക്കൊള്ളുകയും ചെയ്തു. അവർ തിരിച്ചാരോപിക്കുകയാണ് ഇത് വർഗീയതയല്ലേ, ഇത് വർഗീയതയാണെങ്കിൽ തിരിച്ചവർ ചെയ്യുന്നതും വർഗീയതയാണ്. അപ്പോൾ ആ വർഗീയത വർഗീയത എന്താണ് എന്ന് കൃത്യമായി ഒരു ഭാഗത്തിന് പ്രീണനം എങ്ങനെയാണ് നടത്തുന്നതെന്ന് കൃത്യമായി വോട്ടർമാർക്ക്, നിഷ്പക്ഷ വോട്ടർമാർക്ക്. അതുകൊണ്ടാണ് അത് ഈ അപകർഷണങ്ങൾക്ക് വേണ്ടി അടികൂടി കൂടുന്ന സൊമാലിയക്കാരല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് പ്രബുദ്ധരായ കേരളീയരെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. കൃത്യമായി മനസ്സിലാക്കാൻ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിലെ ഈ ഒരു ഇപ്പൊ പറയുന്നില്ലേ, മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇതൊരു വലിയ പോളിംഗ് അല്ല, കനത്ത പോളിംഗ് അല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. 66% ഇടിച്ചു നിൽക്കുന്നു എന്നുള്ളത്. ഇത് ഈ പോളിംഗ് ശതമാനത്തെ ബാധിക്കാൻ ഈ അവസാന വിവാദം ഒരു കാരണമായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അതിൽ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വോട്ടേ ചെയ്യാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മളെപ്പോഴും ഈ പോളിംഗ് ശതമാനം ഉയരുന്ന മണ്ഡലങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയ രീതിയിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായ മണ്ഡലമായിരിക്കും, ഇല്ലെങ്കിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടായ മണ്ഡലമായിരിക്കും. ഇത് ഉണ്ടായിട്ടില്ല എന്നായിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. ഇവരെല്ലാം, മാധ്യമങ്ങളെല്ലാം വിചാരിച്ചത് 80% വോട്ടിംഗ് ഉണ്ടാവും, ഈ ഷാഫി പറമ്പിൽ സ്വരുക്കൂട്ടിയ വോട്ടുകളെല്ലാം കൂട്ടത്തോടെ വരികയും വലിയൊരു ഇതാവുകയും ഇത് ജനം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ജനം അത് ഏറ്റെടുത്തില്ല. ജനം കാണേണ്ട രീതിയിൽ തന്നെ കണ്ടു എന്ന് തന്നെയാണ്. കുറേ പേർ മാറിയെന്നത് ഒരിക്കലും ആശ്വാസകരമല്ല. ജനാധിപത്യത്തിന് പോളിംഗ് ശതമാനം കുറയുന്നത് ഒരിക്കലും ആശ്വാസകരമല്ല. പക്ഷേ 2016 തെരഞ്ഞെടുപ്പിൽ 77% പാലക്കാട് മണ്ഡലത്തിലെ പോളിംഗ്. അത് 2021 തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ 2% കുറഞ്ഞ് 75.44 2% കുറഞ്ഞപ്പോൾ തന്നെ ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷം 17,000-ൽ നിന്നും വെറും 3,800-ലേക്ക് പതിച്ചു. ഇവിടെയും 2-3% കുറവ് വരികയാണെങ്കിൽ തീർച്ചയായും 5% വരെ കുറവ് കാണുന്നുണ്ട്. 5% വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്തിമ കണക്ക് വരുമ്പോൾ ഏതാണ്ട് 70-അടുത്ത് നിൽക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ 70-അടുത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിൽ, ഒരു സാധാരണ പാലക്കാട് എന്നത് മത്സരവും കടുത്ത മത്സരവും ഒക്കെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയാൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിൽ 70% ആരോഗ്യകരമായ ഒരു പോളിംഗ് ആണ്. ആ പോളിംഗ് വരികയാണെങ്കിൽ തന്നെ ഇവർ പ്രതീക്ഷിച്ച 80 എത്തിയില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തിൽ നിന്നും ഒരു 5% പറയുന്ന പോലെ ഒരു ഡിഫറൻസ് വന്നേക്കാം. അങ്ങനെയാണ് എങ്കിൽ തന്നെയും ആ ഒരു വലിയ അസ്വാഭാവികതയൊന്നും അതിനകത്തില്ല. ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. 1 ഉപതെരഞ്ഞെടുപ്പ്, 2 ഈ പറയുന്നത് പോലെ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇതെല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായും CPM-ന് ചിഹ്നമില്ലാത്ത സ്ഥാനാർത്ഥി, ഇതെല്ലാം പോളിംഗ് ശതമാനം കുറയ്ക്കാനുണ്ടായ കാരണം തന്നെയാണ്. ഒരിക്കലും നമ്മൾ ഒരു കാരണവശാലും പാലക്കാട് 80% പോളിംഗ് നടക്കും എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മളത് പ്രഡിക്റ്റ് ചെയ്തില്ല, ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ പ്രഡിക്ഷൻ അമ്പാടെ തെറ്റാണ്. എന്തായാലും ഇപ്പോൾ അവസാനം ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് 66.3% 6 മണിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം, എന്തായാലും കുറച്ചിലുണ്ടാവില്ല, കൂടുതലാവാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് തുടങ്ങാൻ താമസിച്ചു. അതുകൊണ്ട് 6 മണിക്ക് അവിടെ നിർത്തിയതിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ സമാധാനപരമായിരുന്നു പാലക്കാട്ടെ പോളിംഗ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല റിസൾട്ടിന് ഇനി 2 ദിവസത്തെ കാത്തിരിപ്പാണ്. ഒരുപക്ഷെ ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു വെറും ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരുപാട് മുന്നണികളിലെ ഒരുപാട് ഉന്നതന്മാരുടെ വിധി എഴുതുന്ന ഒരു മത്സരം കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ മുരളീധരന്റെ ഒരു പരസ്യ പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നീരസം അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമായിരുന്നു. അതെ, ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് സന്ദീപ് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു മറുപടി. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് നീരസങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ കോൺഗ്രസിലും LDF-ലും എല്ലാം പലതരത്തിൽ. അപ്പോൾ അതൊക്കെ ഈ 23-ാം തീയതിയോടു കൂടിയായിരിക്കും ഇതൊക്കെ വലിയ ഉഗ്രശേഷിയുള്ള സ്ഫോടനങ്ങളായി പുറത്തു വരാൻ പോകുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് 3 മുന്നണികളെന്ന് നമുക്ക് ആലങ്കാരികമായി പറയാമെങ്കിലും അത്ര ശുഭകരമല്ല. 3 പേർക്കും അവരുടേതായ ചങ്കെടുപ്പുകളുണ്ട്. എന്തായാലും ഇപ്പോൾ ജനങ്ങളുടെ അവരുടെ ഹിതം അത് പെട്ടിയിലായി കഴിഞ്ഞു. ഇനി 2 ദിവസം കാത്തിരുന്നേ മതിയാവൂ. സമാന്തരമായി നടന്ന മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് അതും പൂർത്തിയായിരിക്കുകയാണ്. നാഷണൽ ചാനലുകൾ ഉൾപ്പെടെയുള്ളവരുടെ എക്സിറ്റ് ഫലങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ വരാൻ പോകുന്നു. അപ്പോൾ അതിന്റെ കൂടുതൽ ന്യൂസുമായി കുമാർ അടുത്ത മണിക്കൂറുകളിൽ എത്തുമല്ലോ അല്ലേ? തീർച്ചയായും, എക്സിറ്റ് പോളിന്റെ വിവരങ്ങളുമായി. അതെ. അപ്പോൾ നമസ്കാരം. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are
ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.